ഇപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ നോക്കുന്നത് ബൊറാസിൻ അല്ലെങ്കിൽ ബൊറാസോൺ എന്നുള്ളത് പറയുന്ന ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബൊറാസിൻ, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ സിന്തസിസ്, എല്ലാ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. In organic chemistry, the most important ring system is the benzene ring, either as the separate entity or in the polynuclear hydrocarbons such as naphthalene, anthracene, and phenol ring. അതായത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബെൻസിൻ ഇല്ലാത്ത ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെയേറെ റയർ ആയിരിക്കും. ഓർഗാനിക്കിന്റെ ഏറ്റവും ഹയർ ആയിട്ടുള്ള പാർട്ടിലോട്ട് പോയി കഴിഞ്ഞാലും ഓർഗാനിക്കിലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള നമ്മൾ പാരസിറ്റാമോൾ എടുത്താൽ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് എന്തുണ്ടാവും, ബെൻസിൻ റിംഗ് ഉണ്ടാവും. ബെൻസിൻ റിങ്ങിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ബെൻസിൻ റിങ്ങിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്ന് പറയുന്നത്. പിന്നെ നാഫ്തലിൻ എടുത്തു നോക്കൂ, നാഫ്തലിൻ തന്നെ രണ്ട് ബെൻസിൻ റിങ് കൂടി ചേർന്നിട്ടുള്ള നാഫ്തലിൻ എന്ന് പറയുന്നത്. ആന്ത്രാസീൻ ആണെങ്കിൽ 3 അപ്പൊ അങ്ങനെ ഇനോർഗാനിക്കിലല്ല, ഓർഗാനിക് കെമിസ്ട്രിയിൽ ബെൻസിൻ റിങ്ങിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പക്ഷെ ഇനോർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ ബെൻസിന്റെ അതേ സ്വഭാവം, അതേ ക്യാരക്ടറിസ്റ്റിക്, അതേ എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന 2 കോമ്പൗണ്ടുകളുണ്ട്. ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ ബൊറാസിൻ എന്ന് പറയുന്ന B3N3R6 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് ഈ ട്രൈമറിക് സൈക്ലോഫോസ്ഫാസിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് P3N3X6 എന്ന് പറയുന്നത്. ഈ 2 ആൾക്കാരാണ് ബെൻസിന്റെ എല്ലാ അനലോഗസ് എന്ന് പറഞ്ഞാൽ എല്ലാ സിമിലർ ആയിട്ടുള്ള ബെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബെൻസിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ബെൻസിൻ എന്താണോ കാണിക്കുന്നത് അതിൽ മോസ്റ്റ് ഓഫ് ദം കാണിക്കുന്ന 2 കോമ്പൗണ്ടുകളാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ളത്. അപ്പൊ അതിലൊന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് B3N3H6 ആയിട്ടുള്ള ബൊറാസിൻ അല്ലെങ്കിൽ ബൊറാസോൺ എന്ന് പറയുന്നത്. എന്താണ് ബൊറാസിൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പോളാർ ഇനോർഗാനിക് കോമ്പൗണ്ട്. അതൊരു പോളാർ ആയിട്ടുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. അതൊരു പോളാർ ആണ്, ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ബൊറാസിന്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കി വെക്കുക. B3N3H6. അപ്പൊ 3 ബോറൈൻസ് ഉണ്ടാവും. ബോറൈൻസ് അല്ല, ബോറോൺ ഉണ്ടാവും. പിന്നെ ഇത് ആറ് പോലെ കിടക്കുന്നത്, ബെൻസിന്റെ പോലെ കിടക്കുന്നത്. അപ്പൊ അത് എന്തായാലും 6 മെമ്പേർഡ് ആയിട്ടുള്ള റിംഗ് ആയിരിക്കും ഉണ്ടാവുക. H6 6 ഹൈഡ്രജൻ ഉണ്ടാവും. 6 ഹൈഡ്രജൻ ഓരോ സ്ഥലത്തുണ്ടാവും. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇതിലാണ് കിടക്കുന്നത്. ഇതാണ് 6 ഹൈഡ്രജൻ. ബെൻസിന്റെ പോലെ തന്നെ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നടക്കും. ഇതാണ് ബൊറാസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ കെമിക്കൽ ഫോർമുല എന്താണെന്ന് അറിയാം. B3N3H6 അറിഞ്ഞിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ദ പോളാർ ഇനോർഗാനിക് കോമ്പൗണ്ട്. അതൊരു പോളാർ ആയിട്ടുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ സൈക്ലിക് കോമ്പൗണ്ടിലെ 3 BH യൂണിറ്റ്, 3 BH ആയിട്ടുള്ള യൂണിറ്റ്, 3 NH യൂണിറ്റ് എങ്ങനെ കിടക്കുന്നത്? ആൾട്ടർനേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള 3 BH NH ആയിട്ടുള്ള യൂണിറ്റാണ് കിടക്കുന്നത്. ബൊറാസിൻ എന്നാൽ ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഐസോ സ്ട്രക്ചറൽ വിത്ത് ബെൻസിൻ. അതുകൊണ്ട് തന്നെ ഇതിന് ഇനോർഗാനിക് ബെൻസിൻ എന്ന്. എന്തുകൊണ്ടാണ് ബൊറാസിൻ ഇനോർഗാനിക് ബെൻസിൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ബെൻസിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും അതിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ബെൻസിന്റെ അതേ എല്ലാ ഐസോ ഇലക്ട്രോണിക്, ഐസോ സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബെൻസിന്റെ കുറെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ആര് കാണിക്കുന്നുണ്ട്, ബൊറാസിൻ കാണിക്കുന്നുണ്ട്. അത് ഐസോ ഇലക്ട്രോണിക്, ഐസോ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബെൻസിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് ആർക്കുള്ളതും, ബൊറാസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബൊറാസിൻ നമുക്ക് ഇനോർഗാനിക് ബെൻസിൻ എന്ന് പറയാൻ പറ്റും. ഇനി എങ്ങനെ ബൊറാസിൻ നമുക്ക് സിന്തസൈസ് ചെയ്യാന്നുള്ളതാണ്. ബൊറാസിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് സ്റ്റോക്ക് ആണ്. ആൽഫ്രഡ് സ്റ്റോക്കും പോലാൻഡും ആണ്. അവരെങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാല് ബോറൈൻസിനെയും അതുപോലെ തന്നെ അമോണിയനെയും 1:2 റേഷ്യോയിൽ അവരെന്ത് റിയാക്ട് ചെയ്തപ്പോൾ ആര് കിട്ടി? നമുക്ക് ബൊറാസിനെ കിട്ടി. ഈ ബോറൈൻസ് അമോണിയ എത്ര റേഷ്യോ എടുത്തിട്ടുള്ളത്? 1:2 റേഷ്യോ. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം 3:6. 6 NH3 എടുത്തു, 6 BH4 എടുത്തപ്പോൾ ഇത് എത്ര റേഷ്യോ ഉണ്ട്? 1:2 റേഷ്യോ ഉണ്ട്. അപ്പൊ ഈ 1:2 റേഷ്യോ എന്ന നിലയിലാണ് ആരെടുത്തിട്ടുള്ളത്? ബെൻസിനെയും ഡൈബോറൈനെയും അമോണിയനെയും എടുത്തിട്ട് നമുക്ക് കിട്ടിയത് ബൊറാസിൻ എന്നൊരു കോമ്പൗണ്ട് കിട്ടിയത്. ഈ ആൽഫ്രഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആള് ഫസ്റ്റ് ടു സ്റ്റഡി ദ കോമ്പൗണ്ട്സ് സച്ച് ആസ് ദ ബൊറൈൻസ്, സെലൈൻസ് ആൻഡ് അതർ സിമിലർ നോൺ മെറ്റൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ആൽഫ്രഡ് സ്റ്റോക്ക് ഇത് മാത്രമല്ല കണ്ടുപിടിച്ചത്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ബോറൈൻസിനെ കുറിച്ച് അതുപോലെ തന്നെ സിലൈൻസിനെ കുറിച്ച് അതുപോലെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള നോൺ മെറ്റൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത് ഈ ആൽഫ്രഡ് സ്റ്റോക്ക് ആണ്. ഇപ്പൊ ബൊറാസിനെ സിന്തസൈസ് ചെയ്യുന്ന ഫസ്റ്റത്തെ സിന്തസിസ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് കൂടെ അതിനെ സിന്തസൈസ് ചെയ്യാന്നുള്ളതാണ്.
ഒന്നാമത്തെ മെത്തേഡാണ് ലിഥിയം ബോറോൺ ഹൈഡ്രേറ്റിന് നമ്മൾ 1:1 റേഷ്യോയിലായിരിക്കും ലിഥിയം ബോറോൺ ഹൈഡ്രേറ്റ്സിനെ അമോണിയം ക്ലോറൈഡിനെ നമുക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, ബൊറാസിനെ കിട്ടും. രണ്ടാമത്തേൽ പറഞ്ഞാൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം നമ്മൾ ഈ അമോണിയം ക്ലോറൈഡിനും BCl3നും കൂടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോറോൺ ട്രൈ ക്ലോറൈഡിനും കൂടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ക്ലോറോ ബൊറാസിൻ കിട്ടും. ഈ ട്രൈ ക്ലോറോ ബൊറാസിൻ നമ്മൾ NaBH4 റിഡക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ NaBH4 എന്തിനാ ഉപയോഗിക്കുന്ന റിഡക്ഷൻ പ്രോസസ്സിനെ യൂസ് ചെയ്യുന്നത് സോഡിയം ബോറോൺ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഡിയം ബോറോൺ ഹൈഡ്രേറ്റ്സിനുമായിട്ട് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ബൊറാസിൻ കിട്ടും. അപ്പൊ എന്താ പറയാ, ഏകദേശം സിന്തസിസ് 2 സിന്തസിസ് എങ്കിലും അറിഞ്ഞു വെക്കുക. സെറ്റ് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു Cl3B3N3H6 ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിയാക്ടന്റുകളൊക്കെ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രണ്ട് റിയാക്ടന്റ് തന്നിട്ട് എന്ത് ചെയ്യും, ബോറോൺ ട്രൈ ക്ലോറൈഡും അതുപോലെ തന്നെ NaBH4Cl തന്നിട്ട് എന്ത് കോമ്പൗണ്ടാണ് ഉണ്ടാവുക എന്ന് ചോദിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെച്ച് പഠിച്ചു വെക്കുക. അപ്പൊ സിന്തസിസ് കഴിഞ്ഞു. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിലോട്ട് കിടക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇൻ ബോത്ത് ബെൻസീൻ ആൻഡ് ബൊറാസിൻ ദ പൈ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ഓൾ ദ റിംഗ് ഐറ്റംസ്. അതായത് നമ്മൾ ബെൻസീൻ എടുത്ത് നോക്കി തന്നെ നോക്കി നോക്കൂ. ബെൻസീൻ എടുത്ത് നോക്കി നോക്കൂ. ബെൻസീന്റെ പ്രത്യേകത എന്താ? പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീലോക്കലൈസ് ചെയ്തിട്ടുണ്ട്. പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്ത് റെസനേറ്റിംഗ് ഇലക്ട്രോൺസ് റെസനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പൈ ഇലക്ട്രോൺസിന്റെ റെസനേഷൻ നമുക്ക്, അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആരിലും കാണാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ ബൊറാസിനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ കാണാൻ പറ്റും. പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നമുക്ക് ആരിലും കാണാൻ പറ്റും, ബൊറാസിനിലും കാണാൻ പറ്റും. നോക്ക്, ഇതുപോലെ പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബൊറാസിലും കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഇവിടെയും വരക്കാവുന്നതാണ്. അങ്ങനെ ഈ പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നമുക്ക് ബെൻസിലും ബൊറാസിലും കാണാൻ പറ്റും. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നൈട്രജൻ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ് ബോറോണിലേക്കാൾ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് പോകും. ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിന്റെ അടുത്തോട്ട് നിൽക്കുന്നതിന്റെ എബിലിറ്റിയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടി നൈട്രജന്റെ അടുത്തോട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും, വരും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാർഷ്യൽ ആയിട്ടുള്ള ലോക്കലൈസേഷൻ, ഇലക്ട്രോണിന്റെ പാർഷ്യൽ ലോക്കലൈസേഷൻ നടക്കും. അതായത് ഇലക്ട്രോൺ ഒരു സൈഡിലോട്ട് നൈട്രജന്റെ അടുത്തോട്ട് മാത്രം എന്ത് ചെയ്യും, നീങ്ങി നിൽക്കാൻ ശ്രമിക്കും, അതിന്റെ അടുത്തോട്ട് വരാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഇങ്ങനെ ഈ ഇലക്ട്രോണിന്റെ ഈ പാർഷ്യൽ ലോക്കലൈസേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പൈ ബോണ്ടിങ്ങിൽ ഒരു വീക്കനിങ് വരികയാണ് ചെയ്യുന്നത്. ഈ റിംഗിലുള്ള പൈ ബോണ്ടിങ്ങിൽ ഒരു വീക്കനിങ് വരും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ നൈട്രജനിൽ അവിടെ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതായത് ലോൺ പെയർ ഓഫ് ദി ഇലക്ട്രോൺസ് നൈട്രജനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. ബോറോണിന്റെ കേസിലാണെങ്കിൽ അതെന്തായിരിക്കും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും എന്ന് പറയാം. ബോറോൺ ബിഹേവ് ആസ് എ ലൂയിസ് ആസിഡ് ആൻഡ് നൈട്രജൻ ആസ് എ ലൂയിസ് ബേസ്. അതായത് ഇലക്ട്രോൺ എന്തായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള നൈട്രജനെ നമുക്ക് ലൂയിസ് ബേസ് എന്ന് പറയാൻ പറ്റും. കാരണം ഇലക്ട്രോൺ റിച്ച് ആണ്, അതിന് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബോറോണിന് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാം, ലൂയിസ് ആസിഡ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ നെറ്റ് എഫക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തോട്ട് നിൽക്കുന്ന ഈ ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അടുത്തോട്ട് നിൽക്കുന്ന ആരടുത്തായിരിക്കും, ഒരു നൈട്രജന്റെ അടുത്താവില്ല. അപ്പൊ ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ നെഗറ്റീവ് എന്നൊരു ചാർജ് ഡെൻസിറ്റി ഉണ്ടാവില്ലേ. അപ്പൊ ഈ ചാർജ് ഡെൻസിറ്റി ആരെ അടുത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഈ പറഞ്ഞ നൈട്രജന്റെ അടുത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ പറഞ്ഞ നൈട്രജന്റെ അടുത്ത് കൂടിയത് കൊണ്ട് തന്നെ നൈട്രജൻ എന്തായിരിക്കും ഉണ്ടാവുക, ബേസിസിറ്റി കൂടുതലായിരിക്കും. ഇത് ഈ കോമ്പൗണ്ട് തന്നെ നൈട്രജൻ എന്ത് കൂടുതലായിരിക്കും, ബേസിസിറ്റി കൂടുതലായിരിക്കും. ബോറോണിനോ ആസിഡിറ്റി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ സ്ട്രക്ചറിനെ കുറിച്ച് ഇത്രയാണ് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ, അതായത് ഇൻസ്ട്രുമെന്റേഷൻ നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബൊറാസിന്റെ റിംഗിലെ എല്ലാത്തിനും പറഞ്ഞാല് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈക്വാലന്റ് 1.429 ആങ്സ്ട്രോം ആണ്. പക്ഷെ ബൊറാസിൻ പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെക്സാഗൺ അല്ല. ബിക്കോസ് ബൊറാസിനിലെ BNP ആംഗിൾ നോക്കുമ്പോഴും NBN ആംഗിൾ നോക്കുമ്പോഴും അതിലൊരു ചെറിയൊരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. NBN ആംഗിളിൽ 117.1ഉം BNP ആംഗിളിന് 122.9 ആംഗിൾ ആയതുകൊണ്ട് തന്നെ അതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെക്സാഗണൽ ഒന്നല്ല. പിന്നെ റെസൊണൻസ് സ്ട്രക്ചർ ആണ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റെസൊണേറ്റ് സ്ട്രക്ചറിലുള്ളത്. നമ്മൾ നൈട്രജന്റെ അടുത്ത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് പാർഷ്യൽ പോസിറ്റീവ് വരാനുള്ള കാരണം, ഇലക്ട്രോൺ അതിന്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രോൺ
അതിന്റെ അടുത്തോട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിനെന്തായിരിക്കും പാർഷ്യൽ പോസിറ്റീവും ബോറോണിന് പാർഷ്യൽ നെഗറ്റീവ് ആയിരിക്കും ഫോം ചെയ്യുക. പിന്നെ റെസൊനേറ്റീവ് സ്ട്രക്ചർ ആണ് ഇലക്ട്രോൺ ഇവിടെ എന്താ ഡീലോക്കലൈസ്, പൈ ഇലക്ട്രോൺ ഇവിടെ ഡീലോക്കലൈസ് ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് റെസൊനേറ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് പറയാം. പിന്നെ ഇതിന്റെ മറ്റൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ആസ്പെക്റ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ബോറോണിന് കുറച്ചുകൂടി ഹൈബ്രിഡൈസേഷൻ രീതിയിൽ നോക്കുമ്പോൾ ബോറോണിന്റെയും നൈട്രജന്റെയും ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ അറിയണം. ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺ, ബോറോൺ അഞ്ചും നൈട്രജൻ ഏയും ആണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1s2 2s2 2p1 ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ 1s2 2s2 2p5 ആയിരിക്കും, 2p3. അങ്ങനെ ആകുമ്പോൾ 2s ആയിട്ടുള്ള നമുക്ക് ഹൈബ്രിഡൈസേഷൻ പഠിക്കുമ്പോൾ 2s2 2p1 ലാസ്റ്റത്തെ ഇലക്ട്രോൺ മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 2s2 2p3യും 2p3 ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ ഈ ഇലക്ട്രോൺ എങ്ങോട്ട് പോവും? 2pയില് ഇങ്ങോട്ട് പോവും. ഒരു വാക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽ ഉണ്ട്. ഇവിടെ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ 2pയില് എങ്ങോട്ട് പോകും? ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത് സ്പിന്ന് ഇങ്ങോട്ടായിരിക്കും, ഇലക്ട്രോൺ ഇങ്ങോട്ടായിരിക്കും ചാടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബൊറാസിന്റെ സ്ട്രക്ചറിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ബി ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ബി നൈട്രജൻ ബി. ബൊറാസിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ഇവിടെ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഓരോന്നിനും 6 ഹൈഡ്രജൻ ഉണ്ട്, H6 അല്ലേ. ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ബോറോണിൽ എത്ര ഇലക്ട്രോൺ? ബോറോണ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ഈ 3 ഇലക്ട്രോൺ ഒന്ന് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തു, ഒന്ന് നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്തു, ഒന്ന് നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്തില്ല? എം ടി ആയിട്ടുള്ള പൈ ബോണ്ട്, എം ടി ആയിട്ടുള്ള 2p ഓർബിറ്റലായിരിക്കും ഉണ്ടാവുക. എം ടി 2p ഓർബിറ്റൽ ഉണ്ട്, ഈ ഒരു എം ടി ആയിട്ടുള്ള 2p ഓർബിറ്റൽ ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ല. ഇവിടെ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു വാക്കന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ഇതിന്റെ പൈ ഓർബിറ്റൽ, പി ഓർബിറ്റൽ എന്താണ്? പൈ അല്ല, പി ഓർബിറ്റൽ എന്താണ്? വാക്കന്റ്. 2p ഓർബിറ്റൽ എന്താണ്? എം ടി ആയിട്ടുള്ള 2p ഓർബിറ്റലായിരിക്കും ഉണ്ടാവുക. കാരണം ആ 3 എന്ത് ചെയ്തു? ഓൾറെഡി എന്തായിട്ട് മാറി? ഓൾറെഡി ബോണ്ട് ഫോം ചെയ്തു. നൈട്രജന്റെ കേസിൽ എത്ര ഉണ്ട്? 5 ഉണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ 3 ഇവിടെ 3 ബോണ്ട് ചെയ്തു, ഒന്ന് ഹൈഡ്രജനുമായിട്ട്, ഒന്ന് നൈട്രജൻ ബോറോണുമായിട്ട്, ഒന്ന് ബോറോണുമായിട്ട്, എല്ലാത്തിനും 3. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോണിലല്ലോ. അപ്പൊ എന്തായിരിക്കും? ഈ 2 ഇലക്ട്രോൺ ഓരോ പി ഓർബിറ്റലിൽ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഓരോ പി ഓർബിറ്റലിൽ ഫില്ല് ചെയ്തു. അപ്പൊ ഓരോ നൈട്രജനിൽ എന്തുണ്ട്? ഫില്ലഡ് ആയിട്ടുള്ള 2p ഓർബിറ്റലായിരിക്കും ഉണ്ടാവുക. ഫില്ലഡ് ആയിട്ടുള്ള 2p ഓർബിറ്റലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു പൈ ഡീലോക്കലൈസേഷൻ, പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷന് സഹായിക്കുന്ന 6 ഇലക്ട്രോൺ ആയിരിക്കും? നൈട്രജന്റെ ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ ഈ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാം. പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ ഇതുപോലെ നടക്കുന്നുണ്ട്. ഇതാണ് നൈട്രജന്റെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെയാണ് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ വെച്ച് പറയുന്ന വേണം. അപ്പൊ നമുക്ക് എന്താ പറയാ, ഹൈബ്രിഡൈസേഷൻ വെച്ച് പറയണം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പൊ 6 ഇലക്ട്രോണാണ് ഇവിടെ ശരിക്കും പി ഓർബിറ്റലിന്റെ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷന് വേണ്ടി സഹായിക്കുന്ന നൈട്രജനിലുള്ള 2p ഫില്ലഡ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺ ആണ്, ലോൺ പെയർസ് ആണ്. നൈട്രജന്റെ മുകളിൽ 2 ലോൺ പെയർസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി പറയാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബൊറാസിൻ ബെൻസീന്റെ ബൊറാസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. മോളിക്കുലർ ഫോർമുല എന്താന്ന് പറഞ്ഞ് ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആയിട്ടുള്ള ബെൻസീനും ബൊറാസിനും സിമിലർ ആണ്. ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ എടുക്കുമ്പോഴും ബൊറാസിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആണെന്ന് പറയാം. അതിന് എക്സാമ്പിൾ അതിന് ബോയിലിംഗ് പോയിന്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബൊറാസിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമിലർലി ഈക്വൽ ടു ദ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബെൻസീൻ എന്ന് പറയുന്നു. അതിന്റെ രണ്ട് ഏകദേശം സെയിം ആണെന്ന് പറയാം. പിന്നെ സിമിലർലി ലെഡ് ടു ലാബ്ലിൻ ബൊറാസിൻ, അതുകൊണ്ട് തന്നെ ബൊറാസിൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനോർഗാനിക് ആയിട്ടുള്ള ബെൻസിൻ എന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിന്റെ ബൊറാസിന്റെ ഏകദേശം ഒക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ബൊറാസിൻ എന്ന് പറഞ്ഞാൽ ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഐസോ സ്ട്രക്ചർ വിത്ത് ബെൻസിൻ, ബെൻസിനുമായിട്ട് ഐസോ ഇലക്ട്രോണിക്. എന്തുകൊണ്ടാണ് ഐസോ ഇലക്ട്രോണിക് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോ ഇലക്ട്രോണിക് എന്തുകൊണ്ടാണ്? ഐസോ സ്ട്രക്ചറൽ മനസ്സിലായല്ലോ. ഐസോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 2 ഹെക്സാഗണൽ ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഐസോ ഇലക്ട്രോണിക് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ബെൻസീന്റെ പ്രത്യേകത എന്താണ്? 6 കാർബൺ ഹെക്സഗണൽ ആയിട്ട് ഹെക്സഗണൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കാർബണില് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ
കാർബണിൽ ശരിക്കും 4 വാലൻസ് ഇലക്ട്രോൺ അല്ലേ, ഈ ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്ത് അതിന്റെ അടുത്തുള്ള കാർബണുമായിട്ട് ഫോം ചെയ്തു. ബാക്കി വരുന്ന ഓരോ കാർബണിൽ എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണം ഉള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും? പൈ ഇലക്ട്രോൺ, പൈ ബോണ്ടിങ്ങിന് പൈ ഇലക്ട്രോൺ ആയിട്ടുള്ള ഫോർമേഷന് പോവും. പൈ ഇലക്ട്രോൺ ഫോർമേഷന് പോവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. ഇവിടെ ഈ ബാക്കി വരുന്ന 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഫില്ലഡ് ആയിട്ടുള്ള ഓർബിറ്റലായിട്ട് ലോൺ പെയേഴ്സ് പി ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്യും? ഒരു പി ഓർബിറ്റലുമായിട്ട് ജോയിൻ ചെയ്ത് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ പോവുക ചെയ്യുന്നത്. അങ്ങനെയാണ് ബൊറാസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഈ ബൊറാസിന്റെ കേസിൽ ആരാണ് അതായത് പി ഓർബിറ്റലില്ല, ആരാണ് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ സഹായിക്കുന്നത്? നൈട്രജൻ ആണല്ലോ. ഈ നൈട്രജന്റെ ഈ 2 ഇലക്ട്രോൺ അല്ലേ ഇവിടെ എന്ത് പൈ ഓർബിറ്റൽ അല്ലെങ്കിൽ പൈ ഡീലോക്കലൈസേഷനൊക്കെ സഹായിക്കുന്നത് ഈ നൈട്രജന്റെ മുകളിലെ 2 ഇലക്ട്രോണുകളല്ലേ. അപ്പോൾ ഏകദേശം കാർബണിന്റെ മുകളിലുള്ള 2 ഇലക്ട്രോണിന് ഈക്വൽ ആണല്ലോ ഇതിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഐസോ ഇലക്ട്രോണിക് ആണെന്ന് പറയാൻ പറ്റും. ബൊറാസിൻ മോളിക്യൂൾ ഈസ് കൺസിഡേർഡ് ആസ് എ അരോമാറ്റിക്. നമുക്ക് ബൊറാസിൻ മോളിക്യൂൾസിന് നമുക്ക് അരോമാറ്റിക് ആയിട്ട് പറയാൻ പറ്റും, കാരണം അവിടെ ഒരു പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അരോമാറ്റിക് എന്ന് പറയാൻ പറ്റും. ബൊറാസിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ബെൻസിന്റെ അതേപോലെ തന്നെ. എന്തിരുന്നാൽ പോലും ബൊറാസിൻ എന്ന് പറഞ്ഞാൽ ബെൻസിനെ വെച്ച് നോക്കുമ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണ്. ബിക്കോസ് ബെൻസിന് കുറച്ചും കൂടി പ്യുവർലി കോവാലന്റ് ആണ്, കാരണം ഒരേ പോലെ കാർബൺ അവിടെ ഒരു കാറ്റിനേഷൻ ആണ് നടക്കുന്നത്. പക്ഷെ ബൊറാസിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ BN 2 ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ് ബോണ്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്, അവിടെ ഒരു പൊളാരിറ്റി വരുന്നുണ്ട്. ആ പൊളാരിറ്റി വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിയാക്റ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ബൊറാസിൻ എന്ന് പറയുന്നത്. പിന്നെ N or B substituted borazine may be made by the appropriate substitution on the starting material prior to the synthesis of the ring. നമുക്ക് ബൊറാസിന്റെ സിന്തസിസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള റിംഗ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ട്രൈക്ലോറോ ബൊറാസിലോട്ട് എത്തുക, പിന്നെ അതിനെ റിഡക്ഷൻ നടത്തി ബൊറാസിലോട്ട് എത്തുക. ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബൊറാസിനെ നമുക്ക് LAR-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൽക്കൈൽ ലിഥിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ക്ലോറിന് പകരം 6 പേരാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള 6 പേരാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, വെൻ ബൊറാസിൻ ഈസ് റിയാക്ട് വിത്ത് HCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൊറാസിനിൽ നമുക്ക് എന്ത് കിട്ടും? B3 ഒരു അഡക്റ്റ് ഫോം ചെയ്യാണ് ചെയ്യുക. B3N3H9 CL3 വെരി ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. എൻട്രൻസ് എക്സാമിനൊക്കെ സാധാരണഗതിയിൽ ചോദിക്കും. ബൊറാസിന്റെ ഒരു HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തതാണ് എന്ത് കോമ്പൗണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അതൊന്നുമില്ല, ഒരു 3 HCl-ഉം 3 CL3 ചേർത്ത് കൊടുത്താൽ മതി. B3N3H6 പകരം 3 HCl വരുമ്പോൾ 9 വരും, 3 CL3 ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ബെൻസീൻ എന്താ HCl-ഉമായിട്ട് അൺറിയാക്റ്റീവ് ആണ്. സോഡിയം ബോറോഹൈഡ്രേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BH4N ഓറൈസ് ത്രൈസ് കിട്ടും. നമ്മൾ ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ ബോറിക് ആസിഡ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നുണ്ട്. ഈ ഹൈഡ്രോളിസിസ് എന്നുള്ള ഒരു ഒരു പ്രോസസ്സ് ബൊറാസിനിൽ കൂട്ടും. എങ്ങനെ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അമോണിയ ഹൈഡ്രജനൊക്കെ അതിന് കൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ബൊറാസിനെയും ബെൻസിനെയും നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ബ്രോമിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ബൊറാസിൻ നമ്മൾ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? B3N3H6 Br6 കിട്ടും. അതിന് HBr-നെ കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് N3B3H3 Br3 ഇടും. ബെൻസീനുമായിട്ട് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രോമോ ബെൻസീന കിട്ടും, ബ്രോമോ ബെൻസീൻ ആയിരിക്കും കിട്ടുക. ഇറ്റ് ഈസ് ഓഫ് ദി ഇൻട്രസ്റ്റ് ടു നോട്ട് ബൊറാസിൻ റിസംബിൾ ബെൻസീൻ ദി ഫോമിങ് അരീൻ മെറ്റൽ കോംപ്ലക്സ്. നമ്മൾ അരീൻ മെറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിൽ ബെൻസീനുമായിട്ട് ഏകദേശം റിസംബിൾ ആണ് ആരെന്ന് പറയും? ബൊറാസിൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ദ റിംഗ് മെറ്റൽ ഡിസോസിയേഷൻ എനർജി ഓഫ് ദി ബൊറാസിൻ കോംപ്ലക്സ് ഈസ് അബൌട്ട് ദ 1/2 ദാറ്റ് ഓഫ് ദി അരീൻ കോംപ്ലക്സ്. ബൊറാസിൻ കോംപ്ലക്സിന്റെ റിംഗ് മെറ്റൽ ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ തന്നെ അരീൻ കോംപ്ലക്സിന്റെ പകുതിയാണ്. അതിന് ഡിസോസിയേറ്റ് ചെയ്യാനുള്ള അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ പകുതിയാണ്. ആര് വെച്ച് നോക്കുമ്പോൾ? അതിന്റെ തന്നെ അരീൻ കോംപ്ലക്സിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ബൊറാസിനെ കുറിച്ച് പറയാനുള്ളത്.